നമസ്കാരം. നമ്മുടെ രാഹുൽ മാക്കൂട്ടം പാലക്കാട് മറ്റൊരു സ്മൈൽ ഭവനം കൂടി ഇന്നിപ്പോൾ കൈമാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഭവനം, ഒരു വളരെ സാധാരണക്കാരായ ഒരു കുടുംബത്തിന് ചെറിയൊരു നല്ലൊരു ഭവനം താക്കോൽദാനം നിർവഹിച്ച കാര്യം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ രണ്ടാമത് സ്മൈൽ ഭവനത്തിൻ്റെ താക്കോൽ കൈമാറ്റം നടന്നിരിക്കുന്നു. അതും ഇതുപോലെ തന്നെ ഒരു സാധാരണക്കാരായ ഒരു കുടുംബത്തിനാണ് ആ താക്കോൽദാനം ഇന്നിപ്പോൾ കൈമാറിയിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന അഭ്യർത്ഥന എന്ന് പറയുന്നത് സ്കൂളിൻ്റെ ലാബ്, അതിലേക്ക് സ്കൂളിൻ്റെ ഒരു കെട്ടിടം എന്ന് പറയുന്ന അഭ്യർത്ഥനയാണ്. ഇത് കിട്ടിയ കത്തെന്ന് പറഞ്ഞാൽ എത്രയും സ്നേഹം നടന്ന MLA എങ്കിലിന് ALP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി എഴുതുന്ന പരാതി. ഞാനും മിക്കയും ഉമ്മയും ബാപ്പയും നല്ലൊരു കാര്യമാണ്. വീട് വളരെ ഇതാണ് ശരിക്കും പറഞ്ഞ ഒരു ജനപ്രതിനിധി നല്ല ക്വാളിറ്റി നമ്മളിനിപ്പോൾ അധികം പറയേണ്ടതില്ല. കാരണം പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഇന്നിപ്പം അറിയപ്പെടുന്ന യുവ നേതാവ് എന്ന് പറയുന്നത് രാഹുൽ മാക്കൂട്ടമാണ്. രാഹുൽ മാക്കൂട്ടത്തെ പറ്റി എല്ലാവർക്കും അറിയാം. ഈ അടുത്തിടെ ഉണ്ടായ ചില നിഴൽ പീഡന പരാതികളുടെ പേരിലാണ് അദ്ദേഹം കൂടുതൽ അറിയപ്പെട്ടത് എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയെ പറ്റി പ്രത്യേകിച്ച് ആരോട് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. കാരണം ഏതൊരു വിഷയത്തെ പറ്റി അദ്ദേഹം വളരെ ആഴത്തിൽ നല്ല അവഗാഹത്തോടു കൂടി അത് പഠിച്ച് മനസ്സിലാക്കി പൊതുസമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് പൊതുസമൂഹത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനും അതുപോലെ തന്നെ ചോദിക്കേണ്ട ഇടത്ത് ചോദ്യങ്ങൾ ചോദിക്കാനും കാര്യങ്ങൾ സാധിച്ചെടുക്കാനും അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനും അങ്ങനെ എല്ലാ കാര്യത്തിലും വളരെ അഗ്രസീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു നേതാവ് തന്നെയാണ് രാഹുൽ മാക്കൂട്ടം. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാക്കൂട്ടത്തിനോട് അസൂയ തോന്നുന്ന, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം വൈരാഗ്യം ഉള്ള ചില വിഭാഗങ്ങൾ കൂടി രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് ഈ പീഡന പരാതികളുമായിട്ട് നടന്നിരുന്നത്. പക്ഷേ ആ പീഡന പരാതികളെല്ലാം വെറും നിഴൽ പരാതികളായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ അത്തരക്കാർ ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റൊരു വിഷയത്തിനകത്ത് അവരെടുത്തിരിക്കുന്ന നിലപാടൊന്നും നോക്കുക. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് മന്ത്രി KV ഗണേഷ് കുമാറിൻ്റെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം, അതായത് മന്ത്രി മന്ദിരത്തിൽ അനാശാസ്യം നടത്തുന്നത് മന്ത്രിയുടെ ഭാര്യ തന്നെ വന്ന് നേരിട്ട് കണ്ടുപിടിച്ചിട്ടും ആ കേസ് ഒത്തുതീർപ്പാക്കാനായിട്ട് മന്ത്രിയും മുഖ്യമന്ത്രിയും ഇവിടുത്തെ ഭരണകൂട സംവിധാനം എല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്ന് ആ കേസ് ഒതുക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും അതിനകത്ത് കൃത്യമായ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകേണ്ടത് തന്നെയുണ്ട്. കാരണം അത് സ്റ്റേറ്റിനെ ബാധിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. അതിനകത്ത് സ്റ്റേറ്റിൻ്റെ ഭരണഘടനാ തലവൻ തന്നെ ബന്ധപ്പെടേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ഏതായാലും മുമ്പോട്ട് പോകും എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മളിവിടെ പറഞ്ഞു വരുന്നത് രാഹുൽ മാക്കൂട്ടം ചെയ്തിരിക്കുന്ന ഒരു നല്ല കാര്യം, അതായത് ഒരു നല്ലൊരു സ്മൈൽ ഭവനം, അതായത് സാധാരണക്കാരായിട്ടുള്ളവർക്ക് അദ്ദേഹം കുറേയധികം വീടുകൾ വെച്ച് കൊടുക്കും. അദ്ദേഹം മറ്റ് സന്നദ്ധ സേവകരുമായിട്ട് ചേർന്നാണ് ആ കാര്യങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ആദ്യത്തെ വീടിൻ്റെ താക്കോൽദാനം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഇന്നിപ്പോൾ രണ്ടാമത്തെ വീടിൻ്റെയാണ് നടത്തിയിരിക്കുന്നത്. ഇനി അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ ഒരു 4-5 ഭവനം കൂടെ ഉടനടി പണി പൂർത്തീകരിച്ച് വരുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു കുറേ വീടുകളിലെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് നമുക്കറിയാം വളരെ ഒരു ബൈ ഇലക്ഷനിൽ കടന്നു വന്നൊരു ഏറ്റവും ജൂനിയറായിട്ടുള്ള ഒരു MLA ആണ് രാഹുൽ മാക്കൂട്ടം എന്ന് പറയുന്നത്. ഏകദേശം 1.5 വർഷക്കാലം മാത്രമാണ് അദ്ദേഹം പാലക്കാട് MLA ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ. പക്ഷേ ആ 1.5 വർഷക്കാലം കൊണ്ട് തന്നെയും, അതായത് ഇത്രയും പ്രശ്നങ്ങളിലൊക്കെ നിലനിൽക്കുമ്പോൾ പോലും കൂടെ അദ്ദേഹം ഒരു മണ്ഡലത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ ഒരു MLA ചെയ്യേണ്ടതുണ്ട് ആ ഒരു രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ മാക്കൂട്ടത്തോളം ക്വാളിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മറ്റു കേരളത്തിൽ ഒരു MLAയും അത്രയും കൃത്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ട വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ജനത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്ന് തന്നെ കാണേണ്ടതുണ്ട്. അതാണ് ഒരു MLAയുടെ ക്വാളിറ്റി, ഒരു ജനപ്രതിനിധിയുടെ ക്വാളിറ്റി. അത്തരം ക്വാളിറ്റിയുള്ള വ്യക്തിത്വങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേരള പൊതുസമൂഹത്തിന് ഏറ്റവും അത്യാവശ്യം. അത്തരം വ്യക്തിത്വങ്ങൾക്ക് വേണ്ടിയിട്ട് വേണം കേരള സമൂഹം എപ്പോഴും അവരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതും അവരെ നേതൃനിരയിലേക്ക് കൊണ്ടുവരേണ്ടതും. അതല്ലാതെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ കച്ചറപ്പണിയൊക്കെ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുതികാൽ വെട്ട് നടത്തിക്കൊണ്ടോ എങ്ങനെയെങ്കിലും ജയിച്ച് കയറി അധികാരത്തിൽ വരിക, ഏതെങ്കിലും ഒരു മന്ത്രിക്കുപ്പായോ MLA കുപ്പായൊക്കെ നേടിയെടുക്കുക, അതിനുശേഷം ഇവിടുത്തെ സർവ്വസന്നാഹങ്ങളും ദുരുപയോഗം ചെയ്തുകൊണ്ട് പേഴ്സണൽ സ്റ്റാഫിനെ, അതായത് നമ്മുടെ കയ്യിൽ നിന്നുള്ള നികുതി പണം തന്നെ വാങ്ങിക്കൊണ്ട് ശമ്പളം കൊടുക്കുന്ന പേഴ്സണൽ സ്റ്റാഫിനെ കൊണ്ട് പോലും കൂടെ സ്ത്രീകളെ കൂട്ടിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ സ്ത്രീകളുമായിട്ടുള്ള അവിഹിത വീഴ്ചകൾ നടത്തുക, അതിനെ ഒത്താശ ചെയ്യിക്കാനായിട്ട് പേഴ്സണൽ സ്റ്റാഫിനെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വരുന്നവരെ ഒക്കെ പേഴ്സണൽ സ്റ്റാഫിനെ ഉപയോഗിച്ച് അടിച്ചോടിക്കുക അല്ലെങ്കിൽ ഒതുക്കി നിർത്തുക. പിന്നെ ആ സാഹചര്യത്തിൽ ഈ അവിഹിതത്തിന് വന്ന സ്ത്രീയെ കടത്തിക്കൊണ്ട് പോവുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വെറും നികൃഷ്ടമായ നേതാക്കന്മാരെ വെച്ച് നോക്കുമ്പോൾ
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ഇത്തരം നേതാക്കന്മാരാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത്തരം നേതാക്കന്മാരെ ഒതുക്കാനായിട്ട് ഈ ഭരണകൂട ഭീകരതയുടെ ഭാഗമായിട്ട് ചില നിഴൽ പീഡന പരാതികളുമായിട്ട് ഒതുക്കിയെടുക്കാനായിട്ട് ഇങ്ങോട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ നീതിബോധമുള്ള പൊതുസമൂഹം കണ്ണ് തുറന്ന് കാണുക, ചെവി തുറന്ന് കേൾക്കുക, മനസ്സ് തുറന്ന് ഗ്രഹിക്കുക. ഇത് മാത്രമാണ് പറയാനുള്ളത്. നന്ദി.